ആഗോളീകരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ പലരും ഞങ്ങളെ പുച്ഛിച്ച് തള്ളി. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പക്ഷെ ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങി എന്നെ. പിന്നെ CPM പണി വരുന്നുണ്ടവർ. എല്ലാം കൂടെ ആലോചിക്കുമ്പോ വിഷം മേടിച്ചിരുന്ന കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്. കോൺഗ്രസിന് ഭയങ്കര മുഖ്യമന്ത്രി തർക്കമാണ്, കോൺഗ്രസിന് ഭയങ്കര പ്രശ്നമാണ്. കണ്ടാ കേട്ടാ, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല. സാറേ, ഞങ്ങൾ ഗവൺമെന്റ് ആയിട്ട് പോവാണ്. അതൊക്കെ ഉണ്ടാവും, ജനാധിപത്യ പാർട്ടികളിൽ അതൊക്കെ ഉണ്ടാവും. അർഹതപ്പെട്ട ഇഷ്ടംപോലെ ആളുകൾ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം അതുണ്ടെങ്കിൽ ചോദിച്ചോ. സംശയമില്ല. ഈ നാട്ടുകാരെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നേക്കാൾ അർഹതയുള്ള ആളുകളുണ്ട്, ഞാനായെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല? അതൊക്കെ നടക്കും ജനാധിപത്യ പാർട്ടി. അതിന് എല്ലാത്തിനും എന്റെ ഒരു മേൽനോട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി. നിങ്ങളുടെ പാർട്ടിയിൽ CPM-ൽ എല്ലാം ശാന്തമാണല്ലോ. അല്ല, അത് പിന്നെ Well done, Mr. Unni. I appreciate you. The Satyasandra, smartness, boldness. താങ്ക് യു സാർ. I am impressed. ഇതേ എനിക്ക് ബ്ലഡ് പ്രഷർ വന്നാലുണ്ടല്ലോ വിഷം പിന്നെ മേലോട്ട് കയറും. പിന്നെ ഞാനൊന്ന് കടിച്ചാലുണ്ടല്ലോ നീ ചാവും. അല്ലേ? എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങൾ? എന്തത് വായില് നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. വേദനിക്കണു കേട്ടോ, മനസ്സ് വേദനിക്കണു. സാർ, ഞാൻ പ്രതിപക്ഷ നേതാവായി വന്ന് കസേരയിൽ ഇരുന്നപ്പോ എന്നെ ആരും ചോദ്യം ചെയ്തില്ല പാർട്ടിയിൽ. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുന്നതാണല്ലോ നല്ലത്. ആലോചിച്ചപ്പോ ഇതേ ഒരു വഴി കണ്ടുള്ളൂ. ഇറങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും പാർട്ടിയിലെ അണികളും നേതാക്കന്മാരും ചോദ്യം ചെയ്യാണ് നേതൃത്വത്തെ. അങ്ങോട്ട് കൂടി പോടോർന്നു. അപ്പഴേ നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയെന്നേ, ഒന്ന് മാറിയേട്ടാ. ജോസിന് ഇച്ചിരി കാറ്റുകൊള്ളട്ടെ. അല്ല, നിങ്ങളുടെ പാർട്ടിയിൽ മതി മുത്തുമോനെ, എന്റെ തലയിൽ സംഗതി ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഞങ്ങൾ ഉണർന്നു കഴിഞ്ഞു. ഞങ്ങളുടെ പാർട്ടി ഇതുവരെ ഒരു ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോഴൊരു ലക്ഷ്യമായി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഇപ്പൊ ഭരണം ഞങ്ങളുടെ കയ്യില്ല. എന്തും ചെയ്യാം, എന്തും ചെയ്യും. ഡോർ അടയ്ക്കണം.